പോയി കഴിക്കാറൊക്കെ പറ്റുക. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു സ്ട്രീറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മന്ദൻ്റെ ആയതുകൊണ്ടോ പൈസ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, ബട്ട് ചെറിയൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇവൻ്റെ ദാരിദ്ര്യമുണ്ട്, എനിക്ക് ദാരിദ്ര്യമില്ല ഗൈസ്. എൻ്റെ ഡാഡി വളരെ റിച്ച് ഡാഡീൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച പൈസയും കൊണ്ട് നമ്മൾ നേരെ പോയത് ദോണ്ട് ഈ കാണുന്ന തട്ടുകടയിലേക്കാണ് കേട്ടോ. ഇതിന് പേരുണ്ടോയെന്ന് ചോദിച്ചാൽ വണ്ടി നിർത്താൻ വേണ്ടി പോയ സമയത്ത് പേരും അഡ്രസ്സും സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഗൈസ്. ഒരുപാട് ആൾക്കാർ തിങ്ങി നിൽക്കുന്ന ഒരു കട ആയതുകൊണ്ട് നമ്മൾ അവിടെ കയറിയതാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, സ്വാഭാവികമാണല്ലോ അത് അങ്ങോട്ട് ഇരുന്ന് പറയുന്നത് കളഞ്ഞേക്കാം. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടൻ്റെ പാത്രത്തിൽ ഞാനിങ്ങനെ ഈ പനിയാരമില്ലേ, പടു എന്ന് പറയുന്ന ആ സാധനം കണ്ടായിരുന്നു. പിന്നെ 2 കോഴിമുട്ടയും കണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ദോശയുണ്ട്, ഇഡ്ഡലിയുണ്ട്. ഇത് ഇത്രയും വലിയ ഇഡ്ഡലി ചേരുവ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടെന്ന് പറയുമ്പോൾ അത് കള്ളമാവും, ഞാൻ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാലും റീസെൻ്റായിട്ട് അപ്പോഴാണ് കേട്ടോ, ഇന്നലെയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതാണ് പനിയാരം അല്ലാന്നുണ്ടെങ്കിൽ പടു എന്ന് പറയും ഇവിടെ കർണാടകയിലൊക്കെ. പിന്നെ അവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്, ഇഡ്ഡലി ഉണ്ടാക്കുന്നുണ്ട്, മുട്ടയുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, റൈസ് ഐറ്റംസ് എന്തൊക്കെയോ ബാത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. വിശന്ന് പൊരിഞ്ഞിട്ടാണ് നമ്മൾ ഈ പടു തിന്നാൻ വേണ്ടിയിട്ട് എത്തിയത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് പടു എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കുള്ള പടുവാണ് ഈ ചുമന്ന പ്ലേറ്റ് ചേട്ടൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പടുവിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 ചമ്മന്തി കിട്ടിയായിരുന്നു. ഒന്ന് തേങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു ചുമന്ന കളറുള്ള തക്കാളി ചമ്മന്തിയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തക്കാളി ചമ്മന്തിയായിരുന്നു. പിന്നെ അവസാനമായപ്പോൾ 2 വട്ടം പോയി മേടിച്ചു. പിന്നെ അവസാനമായപ്പോൾ ഞാൻ എന്താക്കി, ഈ തേങ്ങാ ചട്ടണിയും ഈ തക്കാളി ചമ്മന്തിയും കൂടി ഒന്നിച്ചിട്ട് മിക്സാക്കി കഴിക്കാൻ തുടങ്ങി. അടിപൊളിയായിരുന്നു ഗേസ്, അടിപൊളിയായിരുന്നു. ഞാൻ കുഴച്ചടിക്കുന്നത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എൻ്റെ ക്യാമറാമാൻ കം ട്രാവൽ പാർട്ട്ണർ ശരിയല്ലാത്തത് കൊണ്ട് അവിടെ ലൈറ്റില്ല ഇവിടെ ലൈറ്റില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നിർത്തി വീഡിയോ എടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്ലേസ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൊഡ്ഡ ബൊമ്മ സാന്ദ്ര. അപ്പോൾ ഈ വഴിക്ക് പോകുന്നവർ അവിടെ പോയി കഴിക്കാം.